3 വർഷത്തിലൊരിക്കൽ വരുന്ന പരമ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഉപാസനയ്ക്ക് ഇരട്ടി ഫലമാണ്. 3 വർഷത്തിലൊരിക്കൽ വരുന്ന അതിമാസമായ പുരുഷോത്തമ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പരമ ഏകാദശി 2026 ജൂൺ 11 വ്യാഴാഴ്ചയാണ്. വിഷ്ണുപ്രീതിയാൽ മുൻജന്മ ദോഷങ്ങൾ നശിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ ഈ ദിവസത്തെ വ്രതം, വഴിപാടുകൾ, ജപങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇരട്ടി ഫലമാണ്. വിഷ്ണുപ്രീതി കരസ്ഥമാക്കുന്നതിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശി വ്രതം. ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യവും മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലം. വ്രതാനുഷ്ഠാന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഏകാദശിയുടെ തലേ ദിവസം ദശമി എന്നാണ് പറയാറ്. ദശമി ദിവസം ഒരിക്കൽ ഊണേ പാടുള്ളൂ. ദശമി നാളിൽ അരിയാഹാരം ഒരിക്കൽ മാത്രമെന്നാണ് വിധി. ദശമിക്ക് ഒരിക്കൽ എടുക്കുന്നതിന്റെ ലക്ഷ്യം ഏകാദശി നാളിൽ ഒഴിഞ്ഞ വയറുമായി വിഷ്ണു ഉപാസന നടത്തുകയാണ്. ദശമി ദിവസം രാത്രിയിൽ വെറും നിലത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്താൽ നന്ന്. എണ്ണ തേച്ച് കുളി പാടില്ല. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മൗനവ്രതം ആചരിക്കേണ്ടവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ്. പകലുറക്കം പാടില്ല. കഴുകി വൃത്തിയാക്കിയ വസ്ത്രം ധരിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക. ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കുക. ഏകാദശി ദിവസം മുഴുവൻ ഉണർന്നിരിക്കണം. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയോ സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനമോ വിഷ്ണുവിന്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്ര ദർശനമോ ഒക്കെ നടത്താവുന്നതാണ്. പിന്നെ കഴിയുന്ന മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ജപിക്കുക. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്നീ മന്ത്രങ്ങളൊക്കെ ജപിക്കാം. കൂടാതെ അന്നേ ദിവസം കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കാം. പ്രധാന അർച്ചനകളും അതിന്റെ ഫലങ്ങളും നോക്കാം. സഹസ്രനാമാർച്ചന, ഭഗവാന്റെ 1000 നാമങ്ങൾ ജപിച്ചുള്ള ഈ അർച്ചന ഐശ്വര്യത്തിനും കുടുംബ അഭിവൃദ്ധിക്കും മംഗളസിദ്ധിക്കും ഉത്തമമാണ്. ഭാഗ്യസൂക്താർച്ചന, കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ഭാഗ്യസിദ്ധിക്കും ബിസിനസ് പുരോഗതിക്കും ഭാഗ്യസൂക്താർച്ചന കഴിപ്പിക്കാവുന്നതാണ്. കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. പുരുഷ സൂക്താർച്ചന, മനസ്സമാധാനത്തിനും വിഷ്ണു സായുജ്യത്തിനും തടസ്സങ്ങൾ മാറുന്നതിനും ഇത് സവിശേഷമാണ്. സന്താന ഗോപാലാർച്ചന, ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും കുട്ടികളുടെ ഉന്നതിക്കുമായി സന്താന ഗോപാലാർച്ചന വഴിപാടും കഴിപ്പിക്കാവുന്നതാണ്. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക. തുളസിമാല സമർപ്പിക്കാവുന്നതാണ്. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി. ഏകാദശി ദിവസം തുളസിമാല ചാർത്തുന്നത് ദോഷങ്ങൾ അകറ്റാനും മനഃശാന്തിക്കും ഏറ്റവും മികച്ചൊരു വഴിയാണ്. പാൽപ്പായസം വഴിപാട് സമർപ്പിക്കാം. ധനധാന്യ സമൃദ്ധിക്കും ബിസിനസ്സിലെ ലാഭത്തിനും പാൽപ്പായസം നിവേദ്യം സമർപ്പിക്കാം. വെണ്ണ നിവേദ്യം കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വെണ്ണ നിവേദ്യം കഴിപ്പിക്കാവുന്നതാണ്. നെയ്വിളക്ക് കഴിപ്പിക്കുന്നത്, ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനും രോഗമുക്തിക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം ഉത്തമമായി കരുതപ്പെടുന്ന വഴിപാടാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏകാദശിയുടെ പ്രധാന സമയം എന്ന് പറയുന്നത് ഹരിവാസര പുണ്യവേളയാണ്. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക 12 മണിക്കൂർ സമയത്തെയാണ് ഹരിവാസരം എന്ന് പറയുന്നത്. ഏകാദശി വ്രതകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത്. ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല. നാമജപമാണ് ഏറ്റവും ഗുണകരം. ഈ സമയം എന്ന് പറയുന്നത് 2026 ജൂൺ 11 വ്യാഴാഴ്ച പകൽ 5:08 മുതൽ രാത്രി 3:47 മണി വരെയാണ്. ഈ സമയം വിഷ്ണുനാമങ്ങളും വിഷ്ണു മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസി തറയ്ക്ക് പ്രദക്ഷിണം തൊഴുന്നതുമെല്ലാം വളരെ നല്ലതാണ്. തുളസിക്ക് ചുറ്റും 3 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ മന്ത്രം കൂടി ചൊല്ലണം. തുളസി മന്ത്രമാണ്: പ്രസീത തുളസീ ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭൂതേ തുളസീത്വം നമാമ്യഹം. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസിത്തറയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ തുളസിക്ക് ചുറ്റും 3 പ്രദക്ഷിണം ചെയ്യുക. കൂടാതെ ഈ ദിവസം പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും അന്നദാനമോ വസ്ത്രദാനമോ ഒക്കെ നടത്തുന്നത് അതീവ പുണ്യകരമാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ ദാനധർമാദികൾ ചെയ്യുക. വിഷ്ണുനാമങ്ങളും വിഷ്ണു മന്ത്രങ്ങളും ജപിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനമെല്ലാം നടത്തി ഏകാദശി വ്രതം പൂർത്തിയാക്കേണ്ടത് പാരണ വീട്ടേണ്ട സമയം എന്ന് പറയുന്നത് 2026 ജൂൺ 12 വെള്ളിയാഴ്ച രാവിലെ 5:44 മുതൽ 8:25 വരെയുള്ള സമയത്താണ്. ഈ സമയം ക്ഷേത്ര ദർശനം സാധ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തുളസിയിലയും അല്പം ചന്ദനവും ഇട്ട തീർത്ഥം വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ സേവിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി സേവിച്ച് പാരണ വീട്ടാവുന്നതാണ്. വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.